കേരളത്തിന്റെ 13ാം മുഖ്യമന്ത്രിയായ വി.ഡി. സതീശൻ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റിരിക്കുന്നു. അതിനുശേഷം രണ്ടാം മന്ത്രി എന്ന നിലയിൽ രമേശ് ചെന്നിത്തല ആഭ്യന്തര വിജിലൻസ് കൈകാര്യം ചെയ്യുന്ന രമേശ് ചെന്നിത്തല സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റിരിക്കുന്നു. തുടർന്ന് അതായത് വി.ഡി. മന്ത്രിസഭയിൽ മൊത്തം 21 മന്ത്രിമാർ, വി.ഡിയും കൂടെ ചേർത്ത് 21 മന്ത്രിമാരുണ്ടാകും. അങ്ങനെ മറ്റ് എല്ലാ മന്ത്രിമാരുടെയും സത്യപ്രതിജ്ഞയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. വി.ഡി. സതീശൻ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റതിന് ശേഷം ഇപ്പോൾ നമ്മളിപ്പോൾ കാണുന്നത് പ്രവർത്തകർ ഇപ്പോൾ തിരികെ പോകുന്ന ഒരു കാഴ്ചയാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഈ മന്ത്രിസഭയിൽ ഒരു പ്രത്യേകതയുണ്ട്. കാരണം 1982 കരുണാകരൻ മന്ത്രിസഭയ്ക്ക് ശേഷം ആദ്യമായിട്ട് ഒരു ടീം ഒന്നിച്ച് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിനുശേഷം കൂടാതെ 3 വനിതാ മന്ത്രിമാരുടെ പ്രാതിനിധ്യം ഇതിലുണ്ട്. അതായത് 1 ബിന്ദു കൃഷ്ണ, അതോടൊപ്പം തന്നെ 1 തുളസി, കൂടാതെ 3 ഡെപ്യൂട്ടി സ്പീക്കറായി ഷാനിമോൻ ഉസ്മാൻ ഉൾപ്പെടെ ഉള്ളവരുടെ ഒരു വനിതാ പ്രാമുഖ്യം ഈ വി.ഡി. സതീശൻ്റെ ടീമിലുണ്ട് എന്നതാണ് ഏറ്റവും കൂടുതൽ പ്രധാനപ്പെട്ട കാര്യം. നമുക്കിവിടെ ഇപ്പോൾ തന്നെ പ്രവർത്തകരുണ്ട്. പ്രവർത്തകരോട് ചോദിക്കാം, എവിടെ നിന്നായിരുന്നു? ഞങ്ങൾ എറണാകുളം അങ്കമാലി. ഇന്നലെ രാത്രി ഇവിടെ നിന്ന് പോന്നു. റോജി എം ജോൺ ഞങ്ങളുടെ മന്ത്രിയായി. ഞങ്ങൾ വളരെ സന്തോഷമാണ്. 3ാം തവണയാണ് ജയിക്കുന്നത്. ഈ ഉന്നത വിദ്യാഭ്യാസ വകുപ്പും കായിക വകുപ്പും കിട്ടിയിട്ടുണ്ട്. ഞങ്ങൾ വളരെ സന്തോഷവാന്മാരാണ് അതിനകത്ത്. ഇപ്പോൾ തിരികെ പോകുന്നില്ല, കുറച്ച് കഴിഞ്ഞിട്ടേ ഉള്ളൂ. ഉള്ളിൽ ഒരു രക്ഷയിൽ അവിടെ നിൽക്കാൻ യാതൊരു സ്പേസും ഇല്ലാത്ത കാരണം പുറത്തേക്ക് കിടന്നതാണ്. ഞങ്ങൾ മണ്ണാർക്കാട്, പാലക്കാട് ജില്ലയിൽ നിന്ന് സംസുദ്ദീനാണ് ഞങ്ങളെ MLA മന്ത്രിയായി. അത് UDFൻ്റെ ഒരു മന്ത്രി എന്ന നിലയ്ക്ക് ഞങ്ങൾ വളരെയധികം സന്തോഷം. വിദ്യാഭ്യാസ വകുപ്പാണ് കിട്ടിയിട്ടുള്ളത്. ഒരു 10 വർഷത്തിന് ശേഷമുള്ളൊരു തിരിച്ചുവരവ്. അതെ, 10 വർഷത്തിന് ശേഷമുള്ള ഒരു തിരിച്ചുവരവാണ്. ഞങ്ങളെ മേഖലയിലൊക്കെ +2 അത് പഠനത്തിനൊക്കെ വളരെ ബുദ്ധിമുട്ടുന്ന സ്ഥലമാണ്. ഏറ്റവും അധികം വിദ്യാർത്ഥികൾ ഉണ്ടാകുന്ന ജയിച്ചു വരുന്ന എല്ലാ കുട്ടികൾക്കും ഉദ്ദേശിക്കുന്ന എന്താ പറയുക ഗ്രൂപ്പുകളോ അല്ലെങ്കിൽ വിഷയങ്ങളോ പഠിക്കാൻ കിട്ടാത്തൊരു അവസ്ഥ ഉണ്ട്. അതിനൊക്കെ ഒരു മാറ്റം വരുന്നതാണ് ഞങ്ങളൊക്കെ കരുതുന്നത്. ഞാൻ മലപ്പുറം മങ്കട മണ്ഡലം, നമ്മളെ അവിടെ മഞ്ഞളാംകുഴിയാൽ സാഹിബാണ് ജയിച്ചത്. വമ്പിച്ച ഭൂരിപക്ഷത്തോട് കൂടിയിട്ടാണ് അദ്ദേഹം ജയിച്ചത്. അപ്പോൾ ഞാൻ പിന്നെ മലപ്പുറത്ത് നിന്നിപ്പോൾ വി.ഡി. സതീശൻ മുഖ്യമന്ത്രി ആയ സന്തോഷം കൈവരിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ വന്നതാണ്. അപ്പോൾ ഇതിൽ കൂടിയതിൽ വളരെയധികം സന്തോഷമുണ്ട്. വി.ഡി. സതീശൻ സാറ് മുഖ്യമന്ത്രി ആയതിലും വളരെയധികം സന്തോഷമുണ്ട്. പ്രത്യേകിച്ച് വി.ഡി. സതീശൻ മുഖ്യമന്ത്രി ആയതുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ വളരെ ആഗ്രഹമുണ്ടായതും വളരെ സന്തോഷമായി പരിപാടികളൊക്കെ കണ്ട് തിരിക്കാനുള്ള പരിപാടിയാണ്. കോഴിക്കോടൊന്നും മന്ത്രിയില്ല. കോഴിക്കോടൊന്നും മന്ത്രിയില്ല. മന്ത്രിസ്ഥാനത്തേക്ക് കുറേ ആളുണ്ട്. പക്ഷേ അപ്പോൾ അതെല്ലാവർക്കും കൊടുക്കാൻ കഴിയില്ലല്ലോ. അപ്പോൾ ലീഗിന് 5 മന്ത്രിമാർ കിട്ടി, കോഴിക്കോട്ടേക്ക് കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല. എന്നിരുന്നാലും ഒരു 2.5 വർഷത്തിന് ശേഷം ഒരു മന്ത്രിൻ്റെ കാര്യം സംസാരിച്ചിട്ടുണ്ട്. ഏതായാലും ബാക്കിയുള്ളതൊക്കെ റാഹത്താണ്, കുഴപ്പമില്ല. എല്ലാവരും സന്തോഷം തന്നെയാണ്.